ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. ഈ ഭൂമി ഒരു സ്ഫോടനത്തിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയും റൗണ്ട് ഷേപ്പിലായിരിക്കുക? ഒരു സാധനം നശിക്കുകയാണെങ്കിൽ അത് പല ആകൃതിയിലുമായിരിക്കും. സയൻസ് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ പറയപ്പെട്ടതാണ്. എന്തിനു വേണ്ടിയാണ് നമ്മളെ ദൈവം ഉണ്ടാക്കിയത്? നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പടച്ചുവിട്ടത്. ഇതൊന്നും ദൈവമില്ലാന്ന്. അത് വാസ്തവത്തിൽ അത് വളരെ ഒരു വിഡിത്തമായ കാര്യമാണ്. വഹാബിസത്തിന്റെ വേരുകൾ കടൽ കടന്ന് ഈ കേരളക്കരയിൽ എത്തുമ്പോൾ അതിന്റെ വേരുകളെ വെട്ടിമാറ്റിക്കൊണ്ട് രംഗത്ത് വന്ന രൂപീകരിച്ച സംഘടനയാണ് സമസ്ത എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമൂഹം അതിവേഗം സാങ്കേതിക വിദ്യയായാലും മറ്റും അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. AI സാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയയും മനുഷ്യ ഹൃദയങ്ങളിലേക്കും ജീവിതത്തിലേക്കും അങ്ങേയറ്റം കടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറെ കാര്യങ്ങളുണ്ട്. പ്രധാനമായും സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിനെതിരെയും ഇസ്ലാമോഫോബിയയും അതുപോലെ മതനിരാസവും മതനിഷേധവും നിരീശ്വരവാദവും അങ്ങേയറ്റം പ്രചരിക്കപ്പെടുന്ന ഒരു കാലമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ ഒരു ദുരന്തത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ കഥ പറയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ലോകത്തിനൊരു നാഥനുണ്ടായിരുന്നെങ്കിൽ, ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തിന് നിരപരാധികളായ ഈ പിഞ്ചോമകളെ ഇങ്ങനെ ദാരിദ്ര്യത്തിലിട്ട് പട്ടിണിക്കിട്ട് ശിക്ഷിക്കപ്പെടണം? അവരെന്ത് തെറ്റ് ചെയ്തു? യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് നാഥനില്ല എന്ന് അത് കാണിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതുപോലെ അനേകായിരം ചോദ്യങ്ങൾ കൊണ്ട് നിരീശ്വരവാദം പിടിമുറുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളൊക്കെയും പൗരാണികമായ ചോദ്യങ്ങളാണോ? അല്ലെങ്കിൽ മോഡേണിറ്റിയുടെ പൗത്രന്മാരെന്ന് പറയപ്പെടുന്ന ഇവർ പൗരാണിക ചോദ്യങ്ങൾ പുതിയ ആവരണത്തോടെ ആധുനികതയെ വിശേഷിപ്പിച്ച് ഇറക്കുന്നതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? തികച്ചും പൗരാണികമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അവർ ഇപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അവരുടെ പേരിൽ മാത്രം ഒരു ന്യോ ചേർത്തിക്കൊണ്ട് അവരുടെ വാദങ്ങൾ പുതിയതാവുന്നില്ല. ഇവരുടെ നിരീശ്വരവാദികളുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈവിൾ പ്രോബ്ലം, അഥവാ ഇവിടെ പറയപ്പെട്ട സഹന പ്രശ്നം. ദൈവം ഉണ്ടായിട്ട് പിന്നെ ഇങ്ങനെ ഇവിടെ ഒരുപാട് ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും ഉണ്ടായിട്ട് ആളുകൾ മരിക്കുന്നു, പിഞ്ചോമനകൾ മരിക്കുന്നു എന്ന ചോദ്യം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എന്തിനു വേണ്ടി ഉണ്ടാക്കി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മളെ ദൈവം ഉണ്ടാക്കിയത്? നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ പടച്ചുവിട്ടത്. അപ്പോൾ ദൈവം നമ്മളെ പരീക്ഷിക്കും. അത് അസുഖം മാത്രമല്ല പരീക്ഷണം, ദുരന്തങ്ങൾ മാത്രമല്ല പരീക്ഷണമായി നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഇവിടെ അസുഖവും സുഖവും എന്താണ്? പരീക്ഷണത്തിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് ഇത് രണ്ടും പരീക്ഷണത്തിൽപ്പെടുന്നത്? ഇത് നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ചേർത്ത് നോക്കുമ്പോൾ ഇത് രണ്ടും പരീക്ഷണമാണ്. കാരണം നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? ഒരാൾ തിന്മ ചെയ്താൽ അദ്ദേഹം നരകത്തിലേക്ക് കടക്കും, ഒരാൾ നന്മയാണോ ചെയ്യുന്നത് അദ്ദേഹം സ്വർഗത്തിലാണ് കടക്കുന്നത്. ഒരു വ്യക്തി അദ്ദേഹത്തിന് ആരോഗ്യവാനായിരിക്കുമ്പോൾ അവൻ നന്മ ചെയ്താൽ അവൻ സ്വർഗത്തിലേക്ക് ആയിരിക്കും കടക്കുക. അവൻ ആരോഗ്യാവസ്ഥയിൽ അവൻ അള്ളാഹുവിനിക്ക് അല്ലെങ്കിൽ ദൈവത്തിനക്ക് ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലേക്ക് കടക്കും. ഇവിടെ ദൈവത്തിന്റെ നീതി നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളോട് ചേർക്കാനുണ്ട്. കാരണം അവരുടെ മറ്റു രണ്ട് വാദങ്ങളാണ്. അതായത് ഒന്ന് ദൈവമില്ലാന്ന്. അത് വാസ്തവത്തിൽ അത് വളരെ ഒരു വിഡിത്തമായ ചോദ്യമാണ്. കാരണം ഈ ഒരു ഉദാഹരണത്തിന് ഈ പെന്ന് ഉണ്ടാവണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ക്രിയേറ്റർ ഉണ്ടാവും. ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ ഒരു പ്ലാനർ ഉണ്ടാവേണ്ടതാണ്. അത് ഒരു മേശ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ പിന്നിൽ ഒരു ആശാരി ഉണ്ടാവും. അതുപോലെ ഇത്രയും വലിയൊരു ലോകത്തിന് ഒരു പ്ലാനർ അല്ലെങ്കിൽ ക്രിയേറ്റർ ഉണ്ടാവുക നിർബന്ധമാണ്. പിന്നെ മറ്റൊരു വാദമാണ് ഈ ഭൂമി ഒരു സ്ഫോടനത്തിലൂടെ ഉണ്ടായതാണെന്ന്. ഇതും അതുപോലെ തന്നെ വളരെ വിഡിത്തമായ ഒരു ചോദ്യമാണ്. ഈ ഭൂമി കാരണം സ്ഫോടനത്തിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയും റൗണ്ട് ഷേപ്പിലായിരിക്കുക? ഒരു സാധനം നശിക്കുകയാണെങ്കിൽ അത് പല ആകൃതിയിലുമായിരിക്കും. ഒരിക്കലും അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ളൊരു ചിത്രം നമുക്ക് ലഭിക്കുകയില്ല. മാത്രമല്ല പക്ഷേ ഒരു സ്ഫോടനത്തിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സാധനവും ഉപയോഗപ്രദമായിരിക്കുകയില്ല. ഈ ഫിസിക്സ് തന്നെ തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യം അവർക്ക് തന്നെ എതിരാണ്. ഈ ചോദ്യങ്ങളും വാദങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തീർത്തും മനസ്സിലാക്കാൻ സാധിക്കും. പൗരാണിക കാലഘട്ടത്തിൽ ഇസ്ലാമിൽ അനേകം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. നിരീശ്വരവാദികളെയും യുക്തവാദികളെയും അങ്ങേയറ്റം തറപ്പറ്റിച്ച
അതേ ചോദ്യങ്ങൾ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇന്ന് സമൂഹത്തിൽ വിളംബരം ചെയ്യപ്പെടുന്നത്. അന്നത്തെ പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ അതിന് കൃത്യമായ മറുപടി നൽകി. ആ മറുപടികളിൽ മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങാത്തതായിരുന്നുവെന്ന് പല നിരീശ്വരവാദികൾക്കും മനസ്സിലാകാനും സാധിച്ചു. യഥാർത്ഥത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ തന്നെയും പഴയ വൈൻ പുതിയ കുപ്പിയിൽ വിളമ്പുന്നതിന് സമാനമാണ്. അതുപോലെ തന്നെയാണ് ഇനി ഇസ്ലാമും സയൻസും. പലപ്പോഴും ഇസ്ലാമിനെ സയൻസിൻ്റെ ഒരു മുഖ്യ ശത്രുവായി മുൻധാരയിൽ നിർത്തുന്നത് പലപ്പോഴും നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ആളുകൾ കൂടുതൽ സയൻസിൽ ജ്ഞാനം വരിച്ചാൽ അത് ഇസ്ലാമിന് ദോഷമാണ്. ഇത്ര കാലം അജ്ഞതരായ ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തിയ പോലെ ഇനി ആധുനിക സമൂഹത്തെ ഒരിക്കലും ഇസ്ലാമിന് പിടിച്ചു നിർത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇസ്ലാം ഇനി അതിജയിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുമെന്നൊക്കെ പല വാദങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാം സയൻസിനെതിരാണോ, അല്ലെങ്കിൽ സയൻസും ഇസ്ലാമും വിപരീതാനുപാതത്തിലാണോ സഞ്ചരിക്കുന്നത്? എങ്ങനെ നമുക്കതിനെ ദർശിക്കാൻ സാധിക്കും? സയൻസ് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് നാച്ചുറൽ വേൾഡ് ബൈ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് അനലൈസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് ലോസ് ഓർ പ്രിൻസിപ്പിൾസ്. ഇതാണ് സയൻസ് എന്ന് പറഞ്ഞാൽ. അഥവാ മൂർത്തമായ ഭൗതികമായിട്ടുള്ള പഠനങ്ങൾ മാത്രമാണ് സയൻസിന് ഒതുങ്ങിയത്. മറ്റു അഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ സയൻസിന് ഒതുങ്ങിയതല്ല. ഇസ്ലാം അത് തികച്ചും അമൂർത്തമായ കാര്യങ്ങളിലും അഭൗതികമായ കാര്യങ്ങളിലും വിശ്വസിക്കുന്നു. നമുക്കറിയാം, സ്വർഗം, നരകം, പിന്നെ അർശ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇസ്ലാമിൽ അഭൗതികമായിട്ടുള്ള മെറ്റാഫിസിക്കലി കാര്യങ്ങളുണ്ട്. അപ്പോൾ സയൻസിന് ഫിസിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളെ തെളിയിക്കാൻ സാധിക്കൂ. ഇസ്ലാം വിശ്വസിക്കുന്ന ദൈവം അള്ളാഹുവിനെ സയൻസ് പരമായിട്ട് എന്താകാൻ വയ്ക്കില്ല, തെളിയിക്കാൻ കഴിയുകയില്ല. സയൻസ് കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ പറയപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, സയൻസിൻ്റെ പുതിയ ശാസ്ത്രശാഖയായ ടാനാറ്റോളജി, ദ സ്റ്റഡി ഓഫ് ഡെത്ത്, മരണത്തിനെ കുറിച്ച് പഠിക്കുന്ന പഠനമാണത്. ഇവിടെ ഇവർ പറയുന്നത് നമ്മൾ മരിക്കുന്ന നേരം നമുക്ക് അമിതമായ നല്ല കാഴ്ചയുണ്ടാകുമെന്നാണ്. ഈ കാര്യം ഖുർആനിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഫബസുറുക്കൽ യൗമ ഹദീദ് എന്നാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഇസ്ലാമിക് സയൻറ്റിസ്റ്റുമാരും ഈ ലോകത്തുണ്ടായിരുന്നു. ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഇബ്നു സീന. ഇദ്ദേഹം വളരെ വലിയൊരു വൈദ്യനും തത്വശാസ്ത്രജ്ഞനുമാണ്. മാത്രമല്ല ഇദ്ദേഹം 400-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ് അൽ കിതാബുൽ കാനൂൻ ഫി തിബ്. ഈ ഗ്രന്ഥം തന്നെ 600 വർഷത്തോളം സ്പെയിനിലൊരു സയൻസ് ടെക്സ്റ്റ് ബുക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സയൻറ്റിസ്റ്റാണ് കവാരസ്മി. ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്, ദ ഫാദർ ഓഫ് ആൽജിബ്ര, ആൽജിബ്രയുടെ പിതാവെന്നാണ്. ഈ ആൽജിബ്ര എന്ന വാക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നാണ്. അൽ കിതാബുൽ മുഖ്തസറു ഫി ഹിസാബിൽ ആൽജിബ്ര വൽ മുഖാബല, ഈ കിതാബിൽ നിന്ന് വന്നത്. ഇനി മറ്റൊരു സയൻറ്റിസ്റ്റാണ് ഇബ്നു ഹൈത്തം. ഇദ്ദേഹം ഈ സയൻസിൻ്റെ മുഖ്യ കക്ഷിയാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക് എന്നാൽ ഒപ്റ്റിക്സ് ആണ്. അതിലുള്ളൊരു കിതാബ് രചിച്ചിട്ടുണ്ട്, അൽ കിതാബുൽ മനാവിറ. ഇസ്ലാമിക സമൂഹം ഒരിക്കലും ശാസ്ത്രത്തിനെതിരല്ലെന്ന് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലൂടെയും മറ്റും അത് പലതവണ നമ്മിലേക്ക് എത്തപ്പെട്ടതാണ്. ആധുനിക സമൂഹം പറയുന്നത് പോലെ ജനങ്ങൾ വിദ്യാഭ്യാസം കൂടുതൽ സമ്പാദിച്ചാൽ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് വിട്ടുപോകാൻ അത് കാരണമാകുകയില്ല. സമ്പാദിക്കുന്ന രീതി അതിനുതകുന്നതാവണം, അതിലൂടെ നാഥനെ കണ്ടെത്താൻ സാധിക്കുന്നതാവണം. അത് കൂടുതൽ ഇസ്ലാമിലേക്കും ഇസ്ലാമിക ആചാരങ്ങളിലേക്കും ആകർഷിക്കപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇസ്ലാം ഒരിക്കലും സയൻസിനെയോ അല്ലെങ്കിൽ സയൻസ് തത്വങ്ങളെയോ എതിർക്കുന്നില്ല. എന്നാൽ സയൻസ് പറഞ്ഞത് അല്ലെങ്കിൽ സയൻസ് പറയാനുള്ളത് മുമ്പേ പറഞ്ഞു വെച്ച ഒരു മതമാണ് ഇസ്ലാം. അത് പല ആധുനികത വാദിക്കുന്നവരും പിൻകാലത്തേക്കൊന്ന് മറിച്ചു നോക്കിയാൽ ഒരു പക്ഷേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇസ്ലാമിക പഠനശാഖകളും ഈ സയൻസിനെയും ആധുനികതയും ആധുനിക ലോകത്തെയും പ്രപഞ്ചശാസ്ത്രത്തെയും ഒക്കെ പ്രതിപാദിക്കുന്നത് പലകുറി കാണാൻ സാധിക്കും. ഇതൊക്കെ തന്നെയും പ്രതിപാദിക്കുന്നത് ഇസ്ലാം പൂർണ്ണമായും സയൻസിനെ അംഗീകരിക്കുന്ന, എന്നാൽ സയൻസിനേക്കാൾ മുമ്പേ ശാസ്ത്രം പറഞ്ഞ ഒരു മതമായിട്ടാണ് കണക്കാക്കുന്നത്.
അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വെള്ളവസ്ത്രധാരികളായ മുത്താലിമീങ്ങളെക്കുറിച്ച്. ആധുനിക സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഈ മദ്രസ പൊട്ടന്മാർക്കും അറിയുമെന്നുള്ളതാണ് പല കുറി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നമുക്ക് സാധ്യമാക്കി തന്നത്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം അങ്ങേയറ്റം പിന്തള്ളപ്പെട്ടിരുന്ന PSC മേഖലയും അതിലേക്ക് മുഖവിലക്ക് കൊടുക്കാതിരുന്ന PSC ആയും സർക്കാർ ജോബുകളിലും ഇന്ന് മുസ്ലിം ചെറുപ്പക്കാർ കടന്നു കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും തന്നെ ഇതുപോലെയുള്ള അറബിക് കോളേജ് സമ്പ്രദായങ്ങളിലോ അല്ലെങ്കിൽ ഇതിനോട് സമാനമായ രീതിയിലോ പഠിച്ചു വന്ന് ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നതകളിൽ വർക്ക് ചെയ്യുന്നതായി, സമൂഹത്തിന് സേവനം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അവർ തികച്ചും ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ആധുനികരോട് മത്സരിക്കാൻ ബുദ്ധിമുട്ടുന്നവരല്ല. ആധുനികതയോട് ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവർക്ക് മത്സരിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു കാലഘട്ടത്തിൽ ആധുനിക മുത്താലിം എങ്ങനെയാവണമെന്നുള്ളത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ആധുനികതയും മറ്റും ഇന്ന് സന്നിവേശിക്കപ്പെടുമ്പോൾ എങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു മുത്താലിം ജീവിക്കണമെന്നുള്ളത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. പ്രധാനമായും ആധുനിക മുത്തവല്ലിം കിതാബുകളിൽ മാത്രം ഒതുങ്ങി ജീവിക്കേണ്ടവനല്ല. മൾട്ടി ലാംഗ്വേജും അതുപോലെ തന്നെ കാലോചിതമായി വരുന്ന സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മികവുറ്റ ഒരു പണ്ഡിതനായി തീരണം ആധുനിക മുത്തഅല്ലിം. കിതാബുകളിൽ കാണാം ഏറ്റവും നല്ല ഇൽമ് അത് ഇൽമുൽ ഹാലാണ്, അഥവാ സന്ദർഭോചിതമായ ഇൽമ്. അതുപോലെ തന്നെ നമ്മൾ ഖുർആനിൽ കണ്ടിട്ടുണ്ട് ഇഖ്റ, നീ വായിക്ക്. ഇഖ്റ എന്നത് ഓരോ തലമുറയാണ് വായിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരും ഖുർആൻ ഓതിയപ്പോൾ, ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഇഖ്റ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പഠിച്ചത്, അവർ വായിച്ചത് ആ കാലത്തോട് ഇണങ്ങിയ ഓരോ കാര്യങ്ങളായിരിക്കും. എന്നാൽ നമ്മൾ ഇപ്പോൾ ഇഖ്റ എന്ന് കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ കാലത്തോട് ഒതുങ്ങിയ കാര്യങ്ങളെയാണ്. ടെക്നോളജി പരമായും അതുപോലെ തന്നെ AI സമ്പ്രദായങ്ങളാലും വളരെ ഒരു മികവുറ്റ കാലമാണ് ഇനിയും വരാൻ പോകുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു മുത്തഅല്ലിമാകണം ആധുനിക മുത്തഅല്ലിം. അതുപോലെ തന്നെ മൾട്ടി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നത് അനിവാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ്, ആ ഉസ്താദിന് സ്വന്തമായിട്ട് ഡിക്ഷണറി വരെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആലിക്കുട്ടി ഉസ്താദിനെ മാതൃകയായി കൊണ്ടായിരിക്കണം ആധുനിക മുത്തഅല്ലിം ജീവിക്കേണ്ടത്. എല്ലാ ഭാഷയും പഠിച്ച് ജീവിക്കേണ്ട ഒരു മുത്തഅല്ലിമാണ് ഇന്ന് ആധുനികർക്ക് ആവശ്യം. ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ കിതാബ്, നമ്മുടെ ഉലമാക്കൾ രചിച്ച കിതാബുകളുടെ പ്രാധാന്യം കുറയുമെന്നാണ്. പക്ഷെ ഒരിക്കലും അതൊരു ശരിയായ ചിന്താഗതിയല്ല. കാരണം ആധുനിക കാലഘട്ടത്തിൽ AI സംവിധാനങ്ങളുടെ പല ഉത്തരങ്ങളും പല അറിവുകളും അതും പരിപൂർണമായി ശരിയാകുന്നതല്ല. ഏതൊരു കാര്യം നമ്മൾ അന്വേഷിച്ചാലും അതിൻ്റെ വ്യക്തമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങുന്ന വിശദീകരണമൊന്നും നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നതല്ല. ഉദാഹരണത്തിന് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്നത് സലഫിസത്തിൻ്റെ ആശയങ്ങളാണ്. നമ്മൾ ആ അറിവുകൾ കണ്ടുകൊണ്ട് നമ്മൾ ആ ചിന്താഗതിയിലേക്ക് നീങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ടുള്ള ഉലമാക്കൾ രചിച്ച, അവർ പരിശ്രമിച്ച് കണ്ടെത്തിയ പല കിതാബുകളിൽ രചിച്ച കാര്യങ്ങളാണ് നാം അന്വേഷിച്ച് പഠിക്കേണ്ടത്. അതിനാണ് നാം ആധുനിക കാലഘട്ടത്തിൽ പ്രാധാന്യം നൽകേണ്ടത്. ഈ കാലഘട്ടത്തിൽ കിതാബ് അറിയുന്ന മുത്തഅല്ലിം, അതുപോലെ സാങ്കേതിക വിദ്യയും ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല മുത്തഅല്ലിമായി നാം മാറേണ്ടതാണ്. ബഹുമാനപ്പെട്ട സമസ്ത ഇന്ന് 100 അടുക്കുകയാണ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം 2026 ഏറെ സന്തോഷകരമായ ഒരു വർഷമാണ്. സമസ്ത ഇക്കാലങ്ങളോളം 100 വർഷം പിൻപോട്ട് നോക്കുമ്പോൾ സമസ്ത ചെയ്തത് ഒരു വലിയ ധർമ്മമാണ്. സമൂഹത്തിൻ്റെ ഐക്യത്തിനും മറ്റും കളങ്കപ്പെടാതെ ഇസ്ലാമിക ബോധവും സ്വത്വവും സമൂഹത്തിൽ കൂട്ടിയുറപ്പിച്ചുകൊണ്ട് സമസ്ത അതിൻ്റെ നേരായ പാത ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സമസ്ത എക്കാലവും ഒരിക്കലും ആധുനികതയെ എതിർത്തിട്ടില്ല. എന്നാൽ ആധുനികതയിൽ വരുന്ന പിഴവുകളെ നിശിതമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരുത്തലുകൾക്ക് ആവശ്യപ്പെടുകയാണ് സമസ്തയും സമസ്തയുടെ മാനസംഘങ്ങളും ഇതുവരെ ഇക്കാലമത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഇന്ന് 100-ലെത്തുമ്പോൾ ഏറെ സന്തോഷകരമായി തോന്നുന്നത് എല്ലാ സമസ്ത അനുകൂലിക്കുന്നവർക്കും. ആധുനികതയെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സമസ്തയിലെ 40 അംഗ മുശാവറ അംഗങ്ങൾ ഏറെ പ്രസക്തമാണ്. കാരണം
സമൂഹത്തിലെ ഉന്നത വിഭാഗക്കാരെ കാണപ്പെടുന്ന ഡോക്ടറേറ്റ് നേടിയവർ ഈ 40 അംഗത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സമസ്ത എക്കാലത്തും ആധുനികതയോട് മത്സരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ സമസ്ത 100ലേക്ക് അടുക്കുമ്പോൾ, പിൽക്കാലങ്ങളിൽ സമസ്ത ഏറെ ബഹുദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ടെത്തിയപ്പോൾ എത്രത്തോളം മാറ്റങ്ങളാണ് സമൂഹത്തിൽ സമസ്ത കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ സമസ്തയുടെ സംഭാവനകളെ നമുക്ക് ദർശിക്കാൻ സാധിക്കുക. സമസ്തയുടെ ഈ രൂപീകരണം തന്നെ ഈ കേരളക്കരക്ക് ചെയ്ത വലിയൊരു സംഭാവന തന്നെയാണ്. കാരണം വഹാബിസത്തിൻ്റെ വേരുകൾ കടൽ കടന്ന് ഈ കേരളക്കരയിൽ എത്തുമ്പോൾ അതിൻ്റെ വേരുകളെ വെട്ടിമാറ്റിക്കൊണ്ട് രംഗത്ത് വന്ന രൂപീകരിച്ച സംഘടനയാണ് സമസ്ത എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോട്ട് പോയ, വളരെ പിന്നിലോട്ട് സ്റ്റെപ്പ് കുത്തിയ ഒരു സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തം പേര് പോലും എഴുതാൻ സാധിക്കില്ല. ആ സംസ്ഥാനങ്ങളിൽ ഈ സമസ്തയുടെ കീഴിലുള്ള മികവിറ്റ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ, ദാർഹുദ പോലെ, അതുപോലെ തന്നെ ജാമിഅ പോലെ ആ സ്ഥാപനങ്ങൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. സമസ്തയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള സംഭാവനകൾ എടുത്തു നോക്കുമ്പോൾ അൽബർ പോലത്തെ പദ്ധതികൾ, അതുപോലെ തന്നെ SNEC പോലത്തെ, അതുപോലെ തന്നെ ലേണിംഗ് പോലത്തെ സമ്പ്രദായങ്ങൾ, വളരെ മാതൃകാപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്തയുടെ ദൗത്യം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. 10,313 ദായികളെ സമസ്ത സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ദൗത്യമാണ് ഈ 10,313 ദായികൾ സ്വീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ കാലഘട്ടം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടാൻ വേണ്ടി സമസ്തയുടെ ദായികൾ വളരെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ആധുനികത വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലും സാമൂഹിക നീതിക്കും അനുചിതമായി ജീവിക്കാൻ ഏറെ പ്രയാസമാണ് ഓരോ വിശ്വാസിക്കും. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹിക മര്യാദകളും ആധുനികതയുടെ ചിട്ടകളും പാലിച്ച്, എന്നാൽ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും അടുത്ത കാലങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിജ്ഞയും. ആധുനിക കാലഘട്ടത്തിൽ സാമൂഹിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാളെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.